കൊച്ചിയിലും ഒരു അപകടമുണ്ട്. കൊച്ചി എളമക്കരയിൽ കാർ ഇടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്കുപറ്റി. അമിത വേഗത്തിലെത്തിയ കാർ തൊഴിലാളിയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഈ വാഹനം അമിത വേഗത്തിൽ വരുന്നതും ശുചീകരണ തൊഴിലാളിയെ ഇടിച്ചു തെറിപ്പിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് വാഹനം നിർത്തി ഡ്രൈവർ ഇറങ്ങി നോക്കുന്നുണ്ട്. പരിശോധിച്ച ശേഷം ഒന്നും അറിയാത്തതുപോലെ വീണ്ടും തിരികെ വന്ന കാറിൽ കയറി വാഹനം ഓടിച്ചു പോകുന്നതാണ് കാണുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഈ വാഹന നമ്പർ അനുസരിച്ച് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മാസം 7-ാം തീയതി പുലർച്ചെ 3:30 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഇത്തരത്തിൽ അപകടം ഉണ്ടായതിനു ശേഷം ആ വാഹനം ഡ്രൈവ് ചെയ്തിരുന്ന ആൾ പുറത്തിറങ്ങി വന്ന് ആശുപത്രിയിൽ പോകേണ്ടതുണ്ടോ എന്ന് നിഷ എന്ന സ്ത്രീയോട് അറിഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തു. പിന്നാലെ ഇയാൾ വാഹനത്തിൽ കയറി സ്ഥലം വിടുകയായിരുന്നു എന്നാണ് നിഷ പറയുന്നത്. ഇപ്പോൾ കാലിന് പൊട്ടലുണ്ട്, അപ്പോൾ നടുവിന് ചതവും വേദനയും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഇവർ ആശുപത്രിയിലായിരുന്നു. ഏതാണ്ടൊരു 1.5 മാസത്തെ വിശ്രമമാണ് പറഞ്ഞിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതുകൊണ്ട് തൊഴിലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതേസമയം ഈ വാഹനം ഓടിച്ചിരുന്ന ആൾക്കെതിരെ ശക്തമായ വകുപ്പുകളിട്ട് കേസ് എടുക്കുന്നില്ല എന്നാണ് നിഷയുടെ ഭർത്താവ് മാരിമുത്തു പറയുന്നത്. എന്തായിരുന്നാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എളമക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടിച്ചതിന് ശേഷം വാഹനം നിർത്താതെ പോയി എന്നാണ് FIR-ൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരി പ്രദീപ്.